തേനിന്റെ നിറം, നക്ഷത്ര കണ്ണുകൾ, വക്ഷ്യമായ ചിരി. പ്രയാഗ് രാജിലെ മഹാകുംഭമേള കണ്ടെടുത്ത ഒരു പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ നിന്നും വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ. അതെ, ഭക്തിയുടെയും പൗരാണികതയുടെയും വലിയ ആൾക്കൂട്ടമായ മഹാകുംഭമേള ഇടയിൽ ഇങ്ങനെ ചില അത്ഭുതങ്ങളും കണ്ടെടുക്കാറുണ്ട്. മധ്യപ്രദേശിൽ നിന്നും എത്തി മാല വിറ്റ് നടന്നൊരു പെൺകുട്ടി ഇന്ന് അവളെ തേടി നടക്കുകയാണ് പ്രയാഗ് രാജിൽ വരുന്ന സകലരും. ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കും. നീ സുന്ദരിയെന്നും നിന്റെ കണ്ണുകൾ ഐശ്വര്യ റായെ പോലെയെന്നും ചിലർ ഒരു പടിയും കൂടി കടന്ന് നീയും നിന്റെ കണ്ണുകളും എന്റെ ഹൃദയം കവർന്നു എന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ വരും. അതോടെ മാല വിൽക്കാതെ ഫോട്ടോ എടുത്ത് നിൽക്കുകയാണെന്നും പറഞ്ഞ് വീട്ടുകാരിൽ നിന്നും ശകാരം കേൾക്കും. ഒരാഴ്ചയായി മൊണാലിസയ്ക്ക് ഇതൊക്കെ പതിവാണ്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്നെത്തിയ സ്കൂൾ വിദ്യാഭ്യാസം നേടാത്ത കുടുംബത്തിനൊപ്പം മാല വിറ്റ് നടക്കുന്ന ഈ കൗമാരക്കാരി ആരാണ്? ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇന്ത്യ മുഴുവനും ആരാധകരുള്ള ഒരു പെൺകുട്ടിയായി മാറിയത്? മധ്യപ്രദേശിലെ ഇൻഡോറിന്റെ അടുത്ത് മഹേശ്വർ എന്ന ഗ്രാമത്തിന്റെ അടുത്താണ് മൊണാലിസയുടെ വീട്. അച്ഛനിട്ട പേരാണ് മൊണാലിസ. അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. മാലകളും ക്രാഫ്റ്റുകളും ഒക്കെ ഉണ്ടാക്കി വിൽക്കലാണ് തൊഴിൽ. അതുകൊണ്ട് തന്നെ മൊണാലിസയും അതേ വഴി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ പഠിത്തം കഴിഞ്ഞ് കുടുംബ പ്രാരാബ്ദം കാരണം തിരഞ്ഞെടുത്തു എന്ന് കരുതരുത്. മൊണാലിസ സ്കൂളിൽ പോയിട്ടില്ല. പഠിക്കുവാനൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പഠിച്ചില്ല എന്ന ചോദ്യത്തിന് അച്ഛനും അമ്മയും പഠിപ്പിച്ചില്ല, അതുകൊണ്ട് പഠിച്ചില്ല എന്നതാണ് ചോദ്യത്തിന്റെ ഉത്തരം. വലിയ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉള്ളിടത്ത് കുടുംബമായി പോകും. അവിടെ തമ്പടിച്ച് മാലയും രുദ്രാക്ഷങ്ങളൊക്കെ വിൽക്കും. ഒരു ദിവസം 300 രൂപ 400 രൂപ വരെ ലഭിക്കും. അതാണ് ജീവിതം. 2 വർഷമായി മൊണാലിസ മാല വിൽക്കാൻ തെരുവിലിറങ്ങുന്നു. അപ്പം മുതൽ കേൾക്കാറുണ്ട് സുന്ദരിയാണ് എന്നുള്ളത്. ഇങ്ങനെ ആളുകൾ പിന്നാലെ കൂടുന്നതും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊന്നും അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല. അവർ വഴക്കു പറയും, മാല വിൽക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറയും. പക്ഷേ മൊണാലിസയ്ക്ക് ഹിന്ദി സിനിമകളൊക്കെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സൽമാൻ ഖാന്റെ കടുത്ത ആരാധിക. സിനിമയിലേക്കും മോഡൽ രംഗത്തേക്കും വരുവാൻ താല്പര്യമുണ്ടോ എന്ന് കുറെ പേർ ചോദിക്കാറുണ്ട്. തനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ അച്ഛനും അമ്മയ്ക്കും താല്പര്യമില്ല. അവരെ ഉപേക്ഷിച്ച് ഞാൻ പോകുമില്ല. മഹാകുംഭമേള കാണാനെത്തിയ 2 വിദേശികളോട് മൊണാലിസ സംസാരിക്കുന്നത് വൈറലായതോടെയാണ് ഈ പെൺകുട്ടിയെ കാണുവാൻ തിരക്കേറിയത്. ഒറ്റ രാത്രി കൊണ്ട് വൈറലായ പെൺകുട്ടിയെ കാണുവാൻ ഇപ്പോൾ തിരക്കേറിയ ആളുകളാണ്. കഥ ഇവിടം വരെയായി നിൽക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് വൈറലായ മറ്റ് ആളുകളെ പോലെ തന്റെ ഗ്രാമജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു പോകേണ്ടി വരുമോ? മറ്റു വാർത്തകൾ കിട്ടുമ്പോൾ മീഡിയാസുകൾ ആ വാർത്തയിലേക്ക് പോകുമോ ഇല്ലയോ അറിയില്ല. അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.